പെരുന്നാളൊക്കെ ആയത് കാരണം ഞാനിന്ന് എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. ഇന്ന് നല്ല മഴയുടെ ഒരു ഇതായിരുന്നേ. അപ്പോൾ നമുക്ക് വഴി അറിഞ്ഞിടാത്തതുകൊണ്ട് വഴി വിളിച്ച് ചോദിക്കുമായിരുന്നു. എന്തായാലും ഞങ്ങൾക്ക് സ്റ്റോപ്പ് അറിയത്തില്ല, അതുകൊണ്ട് വിളിച്ച് ചോദിച്ചിട്ടൊക്കെയാണ് പോയിട്ടുണ്ടായിരുന്നത്. വഴി അറിയാമെന്ന് പറഞ്ഞ് ഫ്രണ്ടിൽ നടക്കുകയാണ്, പക്ഷേ വഴി അറിയത്തില്ല. അവിടെ പോയ ഉടനെ തന്നെ എനിക്ക് ലൈം ജ്യൂസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഫ്രണ്ട്സിൻ്റെ 2 മക്കളൂടെ അവിടെ ഉണ്ടായിരുന്നേ. അതുകൊണ്ട് തന്നെ ഇത് നല്ല വൈബായിരുന്നു. പിന്നെ ചേച്ചി ഞങ്ങൾക്ക് നഗറ്റ്സ് തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഇതുവരെ നഗറ്റ്സ് കഴിച്ചിട്ടില്ല, ഫസ്റ്റ് ടൈമാണ് കഴിക്കുന്നത്. അപ്പോൾ എന്നെപ്പോലെ നഗറ്റ്സ് ഇതുവരെ കഴിക്കാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ അതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടി ചക്ക വറുത്തത് കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതെനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു, നൈസായിട്ടുണ്ടായിരുന്നു. പിന്നെ ചേച്ചി അതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടി ഞങ്ങൾ സോസും കൂടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ സോസ് മുക്കി കഴിക്കില്ലായിരുന്നു അവിടെ നിന്ന്. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ കുറേ നേരം നുണ പറയൽ അതൊക്കെ ഉണ്ടായിരുന്നു. പാവം കൊച്ച് ടയർ ഊരിപ്പോയി എന്ന് പറഞ്ഞ് ടയർ കൊണ്ടു കൊടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോഴത്തേനും JCB ഈ മണ്ണ് കോരുന്ന സംഭവമില്ല, അവിടെ അതിനെ ടയർ എടുത്ത് വെക്കാൻ വേണ്ടി നോക്കുമായിരുന്നു ഒരു സാധനം. പിന്നെ അതിനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത സമയത്ത് ടയറിൻ്റെ ഓണറായ കാറിനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് അത് ശരിയാക്കലായിരുന്നേ. പിന്നെ 2 റിപ്പയേഴ്സ് ഉള്ളത് കാരണം അത് പെട്ടെന്ന് തന്നെ ശരിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ജിടെക്കിൽ ക്ലാസ് കഴിഞ്ഞ് നമ്മളിനി വർക്ക്ഷോപ്പ് തുടങ്ങിയാലോ എന്ന് കൂടെ ആലോചിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ഇന്ന് നമ്മുടെ പ്രിൻസി ചേച്ചി വന്നിട്ടില്ലായിരുന്നു കേട്ടോ. പിന്നെ ബാക്കി 2 ചേച്ചിമാരുടെ മക്കളൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് നല്ല പോലെ സമയം പോയിട്ടുണ്ടായിരുന്നു. ഞാൻ ഇതുവരെ ഇങ്ങനെ പെരുന്നാളിനൊന്നും ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ പോയിട്ടില്ല, ഫസ്റ്റ് ടൈമാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾ ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ പോയില്ലെന്ന് കമൻറ്റ് ചെയ്യുക. റോഷ്നി ഫ്രാൻസ് ആരും റോഷ്നി അന്വേഷിക്കേണ്ട, റോഷ്നി കുറച്ച് ലേറ്റായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. വന്ന ഉടനെ പിള്ളേരോട് സൈക്കിൾ ചവിട്ടാൻ കൊടുക്കുമെന്ന് ചോദിക്കുവാണ്, പക്ഷെ അവർ മുഖത്ത് നോക്കി പറഞ്ഞ് തരത്തില്ല എന്ന്. പിന്നെ നമ്മളാരും സൈക്കിൾ ചോദിക്കാൻ പോയില്ല, കാരണം തരത്തില്ല എന്നറിയാലോ. പിന്നെ നമുക്കിനി കുറച്ച് പാട്ട് കേട്ടാലോ. നിന്ന് തളർന്നതുകൊണ്ട് ഞങ്ങൾ ഇനി റൂമിലോട്ട് മാറിയിട്ടുണ്ടായിരുന്നു. ഇനി അവിടെ ഇരുന്നോണ പറയാം. പാട്ട് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതിൻ്റെ ഇടയിൽ ഒരു മുതുക്കി വണ്ടി ഓടിച്ച് കളിക്കുവാണേ. കാറിന് പോകാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞിട്ട് സൈക്കിൾ കൊണ്ട് അതിനെ ഇടിക്കുവാണേ. അതിൻ്റെ ഇടയിൽ കൂടെ ഒരാൾ ഫോൺ തോണ്ടി JCB വെച്ച് കളിക്കുന്നുണ്ട്. അതാരും കാണാൻ മറക്കരുത് കേട്ടോ. അടുത്തിന് നമുക്ക് നമ്മുടെ ഇത്ത ഉണ്ടാക്കിയ ദം ബിരിയാണി കഴിക്കാവേ. വീട്ടിലെ കുടുംബിനികളെല്ലാം ഓരോ സാധനങ്ങളായിട്ട് പറക്കിക്കൊണ്ട് വയ്ക്കുമായിരുന്നേ. ഫൈനലി നമ്മൾ കാത്തിരുന്ന എല്ലാ സാധനങ്ങളും വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കഴിച്ചു തുടങ്ങാം. എന്തായാലും ഒന്നും പറയുന്നില്ല, അടിപൊളി ഫുഡായിരുന്നു. ചേച്ചി ഇത്രയും നന്നായിട്ട് ഫുഡ് വയ്ക്കുമെന്ന് ഞങ്ങൾക്ക് ആർക്കും അറിയത്തില്ലായിരുന്നു. എന്തായാലും ഫുഡ് അടിപൊളിയായത് കാരണം നമ്മൾ ഇനിയും ചേച്ചിയുടെ വലിയ ഫുഡ് കഴിക്കാൻ പോകുന്നുണ്ട്. ബിരിയാണിയൊക്കെ കഴിച്ചതിന് ശേഷം അടുത്തിന് ഐസ്ക്രീമാണ്. അടുത്തിന് ഫ്ലേവറിന് വേണ്ടിയിട്ട് അവിടെ നിന്ന് അടിയായിരുന്നു. അപ്പോൾ എനിക്ക് ഈ അരുൺ ഐസ്ക്രീം നല്ല ഇഷ്ടമാണ്. അപ്പോൾ അരുൺ ഐസ്ക്രീമിൻ്റെ ഫാൻസ് ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഐസ്ക്രീം കിട്ടിയതിൻ്റെ സന്തോഷത്തിൽ പിള്ളേരെല്ലാവരും ഡാൻസ് കളിക്കുവാണേ. എല്ലാവർക്കും വേറെ വേറെ ഫ്ലേവറായിരുന്നു, അതാണ് എല്ലാവരും ഇങ്ങനെ സന്തോഷിച്ചൊക്കെ ഇരിക്കുന്നത്. ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം അടുത്തിന് ഈ ക്ലേ വെച്ച് ആക്ടിവിറ്റീസാണ്. പാവൻ ചേച്ചി കൊച്ചിന് കളിക്കാൻ വേണ്ടി വെച്ചിരുന്ന ക്ലേ എല്ലാം നമ്മളെടുത്ത് മുതുകികളെടുത്ത് ക്ലേ വെച്ച് ഓരോ സാധനങ്ങൾ ഉണ്ടാക്കിയാണ്. എന്തായാലും ഒന്നും ഉണ്ടാക്കാൻ അറിയത്തില്ല, അതുകൊണ്ട് ദോശ പരത്തം പോലെ എന്തൊക്കെയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ക്ലേ വെച്ച് ഒന്നും ഉണ്ടാക്കാൻ അറിയില്ലെങ്കിലും ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ സാധനം കൊള്ളായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയും മുതുക്കികളായിട്ടും ക്ലേ വെച്ച് കളിക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഞാൻ നോക്കിയപ്പോൾ ഒരാൾ അടുത്തിരുന്ന് എന്തൊക്കെയോ കാര്യമായിട്ട് അങ്ങ് ഉണ്ടാക്കുവാണേ. ചോദിച്ചപ്പോൾ നമ്മളിങ്ങനെ ക്ലേ വെച്ച് കളിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ നമ്മൾ ക്ഷീണിച്ചെന്ന് മനസ്സിലാക്കി ചേച്ചി നമുക്ക് മാംഗോ ഷേക്കൊക്കെ ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നേ. പിന്നെ എല്ലാവരും ഇരുന്ന് ജ്യൂസൊക്കെ കുടിക്കുമായിരുന്നു. ഹലോ ഗൈസ്, ഞങ്ങളിവിടെ വന്നിട്ട് അടുത്ത സെക്ഷൻ ബിരിയാണി ഒതുക്കിയിട്ട് ഞങ്ങളിപ്പോൾ മാംഗോ ഷേക്ക് കുടിക്കണം. മാംഗോ ഷേക്ക് എനിക്ക് മാത്രം കിട്ടിയില്ല, ഇവിടെ കിട്ടി ഗൈസ്. ഇവിടെ കുടിച്ച് ആദ്യമേ കള്ളം പറയുകയാണ് ഗൈസ്, എനിക്ക് ഷേക്ക് തന്നില്ല. അവസാനം ഷേക്ക് കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ചേച്ചിയെ വീടിൻ്റെ മുറ്റം മൊത്തം പുല്ലായിട്ട് കിടക്കണം എന്ന് പറഞ്ഞ് പിള്ളേർ 2 പേരും കൂടെ മൺവെട്ടിയിൽ എന്തോ സാധനമാണ് കേട്ടോ, ഇതെടുത്തിട്ട് പുല്ല് വെട്ടാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ മെയിൻ ഇവർ 2 പേരായിരുന്നു കേട്ടോ. ഇവർ 2 പേരും ഉണ്ടായിരുന്നതുകൊണ്ട് ഫുൾ നല്ല പോലെ ടൈമൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഇവരെ കൂടെ കളിക്കാനൊക്കെ നല്ല രസമായിരുന്നു കേട്ടോ. പിന്നെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കരുതേ. ഹായ് ഗൈസ്, ബൈ ഗൈസ്. നമ്മൾ എല്ലാ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് വീട്ടിലോട്ട് പോകണം ഗൈസ്.